ഹായ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ റീഡ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങളിൽ നിന്ന് അകന്നു പോയ ആ ഒരു പേഴ്സൺ അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ, അവരിപ്പോൾ അനുഭവിക്കുന്ന ഇമോഷൻസ് എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള ഒരു റീഡിംഗ് ആണ്. ഷഫിൾ ചെയ്യാൻ പോകുന്നു. പിരിഞ്ഞു പോയ ആ ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ? അവരുടെ ഇമോഷൻസ് എന്തൊക്കെയാണ്? ആ ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിലേക്ക് ഇനി തിരിച്ചു വരുമോ? അവരുടെ ഇമോഷൻസ് എന്തൊക്കെയാണ്? ആ ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ? ആ ഒരു വ്യക്തിയുടെ ഇമോഷൻസ് എന്തൊക്കെയാണ്? അപ്പോൾ ആ ഒരു നിങ്ങൾക്ക് ബോട്ടം കിട്ടിയിരിക്കുന്നത് ഇതാണ്. സിക്സ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഒരുപാട് കാലതാമസങ്ങൾ വേണ്ടി വരും എന്നും കാണുന്നുണ്ട്. അതുപോലെ തന്നെ യാചിക്കരുത്, നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ യാചിക്കരുത്. ഒരു സ്നേഹത്തിനായാലും ഒരു കാര്യത്തിനും നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ യാചിക്കാൻ പോകരുത്. അവർക്ക് നമ്മൾ റിയലായിട്ടുള്ള ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കും. ആളുടെ ഇമോഷൻസ് ഇപ്പോൾ വളരെ ഈ ഒരു ഘട്ടത്തിലൂടെയൊക്കെ ഇരുണ്ട രാത്രികളിലൂടെ പോയിട്ടുണ്ട്. നിങ്ങളെ ഉപേക്ഷിച്ച് പോയ നിമിഷം മുതൽ ആ ഒരു ഒത്തിരിയും വേദനകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള കഷ്ടപ്പാടുകളും ദുരന്തങ്ങളും അവരെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുകയാണ്. കഷ്ടപ്പാടുകൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, പല ആൾക്കാരുമായിട്ടുള്ള വഴക്കുകൾ, പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പുള്ളി പലരുമായിട്ട് പൊരുതിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് ഇന്നത്തെ കാണുന്നത്. ഇതിനെല്ലാം അതിന് ഒരു മോചനം ആൾ തന്നെ കണ്ടുപിടിക്കും. പുതിയൊരു തുടക്കം ഉണ്ടാകുന്നുണ്ട്. രണ്ട് സൈനിലുള്ള ആൾക്കാർക്കും ഇതിനകത്ത് രണ്ട് സോഡിയ സൈനിലുള്ള ആൾക്കാരുടെ ഇമോഷൻസും കാര്യങ്ങളാണ്. അങ്ങനെയുള്ളവർക്കാണ് ഇത് റെസിനേറ്റ് ആവുന്നത്. ഫയർ എനർജിയും പിന്നെ എർത്ത് എനർജി ഇങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഈ ഒരു ടാററ്റ് റീഡിങ് റെസിനേറ്റ് ആവുന്നത്. അപ്പോൾ സോഡിയ സൈനിയാണെന്ന് പറയാം. ഫയർ എനർജിയിൽ മേടം, ചിങ്ങം, ധനു, അത് കഴിഞ്ഞാൽ ഏരീസ്, ലിയോ, സെജിറ്റേറിയനും പിന്നെ
ടോറസ്, വെർഗോ, ക്യാപ്റ്റിക്കോ ഈ ഒരു എനർജിയിൽപ്പെട്ട ആൾക്കാർക്കാണ് ഈ ഒരു റീഡിങ് റെസിനേറ്റ് ആകുന്നത്. ആ ഒരു റീഡിങ്ങിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫയർ എനർജിയിലുള്ള ആൾക്കാർക്ക് എസ് എന്നാണ് വരുന്നത്. ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ളൊരു. എർത്ത് എനർജിയിലുള്ളവർക്ക് ടോറസ്, വെർഗോ, ക്യാപ്റ്റിക്കോ എന്നുള്ള സോഡിയൽ സൈനുള്ള ആൾക്കാർക്ക് നോ എന്നാണ് ആൻസർ കിട്ടിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ ആ ആളിന് വേണ്ടി പ്രതീക്ഷിക്കേണ്ട എന്നാണ്, ലെറ്റ് ഗോ ചെയ്യുക എന്നാണ്. നമ്മൾ വരാത്ത ഒരാളിന് വേണ്ടി പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളെ വേണ്ടാത്ത ആൾക്കാരെ നമുക്കും വേണ്ട. നമ്മൾ സ്വയം സ്നേഹിക്കുക എന്നാണ്. അപ്പോൾ ആ ഒരു വ്യക്തി സ്വന്തം നമ്മുടെ ഉള്ളിലോട്ട് തന്നെ നോക്കുക. നമ്മളെ സ്നേഹിക്കുക എന്ന് തന്നെയാണ് പറയുന്നത്. നമ്മൾ വളരെയധികം സ്ട്രെങ്ത് ആയുള്ളൊരു വ്യക്തിയാകുക. ആ ഒരു വ്യക്തി തിരിച്ചു വരുമ്പോൾ നമ്മൾ വളരെയധികം സ്ട്രെങ്ത് ആണല്ലോ. നമ്മൾ നമ്മുടെ ഉള്ളിലോട്ട് തന്നെ നോക്കുക, നമ്മളെ സ്നേഹിക്കുക. അതുപോലെ തന്നെ ഇതിനെല്ലാം ഈ ഒരു എനർജിയിലുള്ള ആൾക്കാർക്ക് പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോകുന്നു. മറ്റേത് പുതിയൊരു പ്രണയം വരാൻ പോകുന്നു, പുതിയൊരു കമ്മ്യൂണിക്കേഷൻ വരാൻ പോകുന്നു. നിങ്ങൾ വരാൻ പോകുന്ന ആളിന് നിങ്ങളോട് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാൻ ഉണ്ട്. ഇത്രയും നാൾ എന്തൊക്കെയാണോ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്, എന്തെല്ലാം പ്രശ്നങ്ങൾ മൂലമാണോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തമ്മിലുള്ള പിരിയേണ്ടി വന്ന അവസ്ഥ വന്നിട്ടുണ്ടെന്നുണ്ട്, അതിനെല്ലാം ഒരു മാറ്റം വരാൻ പോകുന്നു. പുതിയൊരു തുടക്കമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് എന്നാണ് കാണുന്നത്. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, എളുപ്പം നിങ്ങളുമായിട്ട് ആ ഒരു ബന്ധം നിലനിർത്തി പോകണമെന്ന് ആളിനിപ്പോൾ തോന്നുന്നുണ്ട്. ആ ഒരു വ്യക്തിയുടെ ലോകം തന്നെ നിങ്ങളാണെന്നുള്ള ഒരു സത്യം ആ ഒരു വ്യക്തി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ചിലതൊക്കെ കുറേ കർമ്മബന്ധങ്ങൾ മൂലം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന വ്യക്തികളായിരിക്കും. അവരത് കഴിയുമ്പോഴത്തേന് അവരുടെ ആ ഒരു ഇത് കഴിയുമ്പോഴത്തേന് അവർ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകും. നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കേണ്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് പോയാലും അവർ തിരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് വരിക തന്നെ ചെയ്യും. അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പം നിങ്ങളുടെ അടുക്കലോട്ട് ആ ഒരു വ്യക്തി നിങ്ങളുടെ പ്രണയം പറയാനായിട്ട് സ്പീഡാണ് വരുന്നത്, വളരെയധികം സ്പീഡാണ്. ആ ഒരു വ്യക്തിക്ക് ഇനിയും ക്ഷമയില്ല. നിങ്ങൾ എളുപ്പം കണ്ട് നിങ്ങളോട് സംസാരിക്കണം എന്നുള്ളൊരു അവസ്ഥയിൽ കൂടിയാണ് ആൾ പോകുന്നത്. നല്ലൊരു ഫാമിലി ക്രിയേറ്റ് ചെയ്യണമെന്നും ഒക്കെ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ട്. നിങ്ങളുടെ ഈ ഒരു കാര്യത്തിന് ഒരു ജഡ്ജ്മെൻറ്റ് ഉണ്ട്. നിങ്ങളൊത്തിരിയും വിഷമിച്ചിരിക്കുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു പ്രശ്നത്തിന് വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് വളരെയധികം ഡിവൈനിൽ നിന്ന് ഒത്തിരി അനുഗ്രഹങ്ങൾ, ബ്ലെസ്സിങ്സുകൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു. നിങ്ങൾക്ക് റെസനേറ്റ് ആയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച ആ ഒരു വ്യക്തി അല്ലെങ്കിൽ പോലും വിചാരിച്ച ആൾക്ക് എസ് എന്ന് പറഞ്ഞു വരുന്നുണ്ട്, നോ എന്ന് പറഞ്ഞതുകൊണ്ട് ആ വ്യക്തികളിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങളിലേക്ക് വരേണ്ട ആൾക്കാരെ ആ ഒരു പുതിയത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരിക തന്നെ ചെയ്യും എന്നാണ് കാണുന്നത്. ദൈവമായിട്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല വ്യക്തികളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അയക്കത്തുള്ളൂ. നിങ്ങൾക്കൊരു നല്ലൊരു ജഡ്ജ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കേണ്ട അങ്ങനെയുള്ളൊരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലൊരു കാർമ്മികയോ അല്ല ആയിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ സ്നേഹിക്കാനല്ല വരുന്നത്, അവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ലൈഫ് ലെസൺസ് പഠിപ്പിക്കാൻ വേണ്ടിയായിരിക്കും അങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ കൂടിയൊക്കെ പോകേണ്ടി വന്നതും ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വരേണ്ടി വന്നതും എന്നൊക്കെ.
അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ വരേണ്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ട വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയൊരു പേഴ്സൺ വരാൻ പോകുന്നുണ്ട്. നല്ലൊരു തുടക്കം വരാൻ പോകുന്നുണ്ട്. നല്ലൊരു പുതിയൊരു പ്രണയം വരാൻ പോകുന്നുണ്ട്. ഈ കഷ്ടപ്പാടിനെല്ലാം ഒരു എൻഡ് വരാൻ പോകുന്നുണ്ട് എന്നുള്ളതെല്ലാമാണ് ഇന്നത്തെ റീഡിങ്ങിലുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ്. അപ്പോൾ എൻ്റെ റീഡിങ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.